ഭാര്യമാരുടെ വിരോധം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഏറി കയറും. ഇത് OTT വരുമ്പോൾ ഹെയറിലാണ്, മുകളിലോട്ടാണ്. സഹ്യമായി അവസാന 15 മിനിറ്റൊക്കെ കുറേ പേര് ഇറങ്ങിപ്പോയി. ഇത് ഒരാഴ്ചയ്ക്ക് മാഷൗട്ട് തന്നെ തീർന്നു പടം. ചിലർ ഈ കാശും കൊടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞ കുറ്റം പറയാൻ വേണ്ടി വരുന്ന ആൾക്കാർ, ഈ പറഞ്ഞ ബുദ്ധിജീവി കളിക്കാൻ വരുന്ന ആൾക്കാർ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഭക്തിയെല്ലാം ഉണ്ടെങ്കിലേ ഒരു ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ കൊണ്ടുവന്നാൽ ഒരു പൂജയൊക്കെ നടത്താം. ഒന്നുമില്ല, ഭാര്യമാരുടെ വിരോധം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒട്ട് കൊള്ളില്ല. അല്ല എന്തായാലും ഫുള്ള് കൊള്ളൂല. ഇപ്പോൾ എല്ലാ ബ്രോ ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. വിഷ്ണു മഞ്ജുൻ്റെ റോള് പ്രഭാസിന് കൊടുത്തിട്ട് പ്രഭാസിനോട് വിഷ്ണു മഞ്ജു ചെയ്താൽ മതി എന്ന് തോന്നുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഓറങ്ങനെ നമുക്ക് തോന്നിയേനെ. ലാലേട്ടുള്ളതുകൊണ്ട് വന്നതാണ്. ലാലേട്ട 10 മിനിറ്റ് പോലും ഇല്ല. കുഴപ്പമില്ല, പോട്ടെ. നമുക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നല്ലോ. കുഴപ്പമില്ല. കാരണം മേഘയ്ക്ക് വൺ ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തെന്ന് ഉണ്ടാക്കി വെച്ചെന്ന് എനിക്ക് ഇവിടെ തോന്നിപ്പോയി. ക്ലൈമാക്സ് ഒക്കെ പറയാതിരിക്കണത് നല്ലത്. ഏറി കയറും. ഇത് OTT വരുമ്പോൾ ഹെയറിലാണ്, മുകളിലോട്ടാണ്. ഒന്നും പറയാൻ പറ്റും. മഹാബോർ ക്രിഞ്ച് ഫെസ്റ്റ്. ലാസ്റ്റ് 10 മിനിറ്റ് ഒന്നും കണ്ടിരിക്കാനേ പറ്റൂല. ലാലേട്ടൻ ഒന്ന് തുടരത്തിന് ശേഷം ടോപ്പ് എത്തിയാണ്. ഇതോടെ അങ്ങ് ഡൗൺ ആയി. ഇത് ഒരാഴ്ചയ്ക്ക് മാഷൗട്ട് തന്നെ തീർന്നു പടം. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 15 മിനിറ്റ് മറ്റേ പുരാണ ഭക്തി സീരിയലിൻ്റെ അങ്ങേയറ്റത്തെ ക്രിഞ്ചിൻ്റെ അങ്ങേയറ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. അക്ഷയ് കുമാർ സാധാരണ പുള്ളിക്കാരെ ഈ കുറേ ഹിന്ദി പടത്തിൽ ഈ ശിവനായിട്ട് വരുമല്ലോ, ഈ പടത്തിലും വന്നിട്ടുണ്ട്. പക്ഷേ സഹിക്കാൻ വയ്യ. അവസാനത്തെ 10 മിനിറ്റൊക്കെ കുറേ പേര് എണീറ്റ് പോയി. പടം ഒരാഴ്ചയ്ക്ക് ഇവിടെ 4 ദിവസം മാഷൗട്ട് തന്നെ. സഹിക്കാൻ വയ്യ. അവസാന 15 മിനിറ്റൊക്കെ കുറേ പേര് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ പൈസ കൊടുത്തുകൊണ്ട് മുതലാക്കാൻ വേണ്ടി ഇരുന്ന് തീർത്തന്നേ ഉള്ളൂ. ആർക്കും കണ്ട് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മേ, നിങ്ങൾക്ക് കുറച്ച് ഭക്തിയെല്ലാം ഉണ്ടെങ്കിലേ ഒരു ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ കൊണ്ടുവന്നാൽ ഒരു പൂജയൊക്കെ നടത്താം. ആ രീതിയിലുള്ളൊരു പടം സഹിക്കാൻ. ആ രീതിയിൽ ഈ ഇങ്ങനത്തെ ഭക്തിപടം ഒന്നും അറിയാത്ത ആസ്വദിക്കാത്തവരാണെങ്കിൽ ഭയങ്കര അൺസഹിക്കബിൾ ആയിരിക്കും. നന്നായിട്ട് കണ്ടുപിടിക്കുക. ഒന്നും പ്രതീക്ഷിച്ചല്ല രാവിലെ വന്നത്, പക്ഷേ പിന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. 1 ടൈം വാച്ചബിളാണ്. പിന്നെ തെലുങ്കിൻ്റെ കുറേ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണുമല്ലോ. നമ്മളിവിടെ കേരളത്തിൽ എത്രത്തോളം ഓടുന്നറിയില്ല, എങ്കിലും പടം മോശമാകാൻ സാധ്യതയില്ല. 3 മണിക്കൂർ ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളൊരു ഒരുപാട് ബുദ്ധി കളിക്കാതെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ചിലർ ഈ കാശും കൊടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞ കുറ്റം പറയാൻ വേണ്ടി വരുന്ന ആൾക്കാർ, ഈ പറഞ്ഞ ബുദ്ധിജീവി കളിക്കാൻ വരുന്ന ആൾക്കാർ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. മലയാളത്തിൽ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയില്ല, എത്രത്തോളം അത് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനേക്കാൾ എത്രയും മോശം പടങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബെറ്ററാണ്, സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നമില്ല.